സാലറി കയറാനായിട്ടും ഇതുവരെ ബാങ്ക് അക്കൗണ്ട് പോലും ശരിയാക്കാതെ വെറുതെ ഇങ്ങനെ ബിരിയാണി വെച്ച് നടക്കുകയാണ് ഞാനും ചങ്ങായി. അപ്പോഴാണ് ഞങ്ങളൊരു ചങ്ങായി പറഞ്ഞത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ പരിപാടി നടക്കൂലെന്ന്. നാട്ടിലത്തെ കാനറ ബാങ്ക് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മണ്ട കുത്തിവിടുന്നു പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ ഉള്ള ബിരിയാണിയും പപ്പട കൂട്ടി പിടിപിടിച്ചുകൊണ്ട് അജുവിനടുത്ത് പോയി കണ്ട് ഓനെയും വിളിച്ചുകൊണ്ട് നേരെ കണ്ട് ഇറങ്ങി ബാങ്കിക്ക്. പറയുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് B2 ലെവൽ ജർമ്മനൊക്കെ പഠിച്ചിരിക്കണമെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ആൾക്കാരായിട്ട് അങ്ങനെ കട്ടിയൊക്കെ പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ ഈ ചങ്ങായി തന്നെ വേണം. പിന്നെ കുറച്ചൊക്കെ നമ്മളെ കൊണ്ട് പിടിച്ചേക്കാൻ പറ്റൂട്ടോ. വരം പോകുമ്പോൾ ഓരോന്നിങ്ങനെ കാണിച്ചു തരും, പഠിപ്പിച്ചു തരും. അപ്പം എനിക്ക് മറ്റേ മായാവീത്തെ ഡയലോഗ് ഓർമ്മ വരിക, സ്രാങ്ക് കാണിക്കും അപ്പം കണ്ടാൽ മതി, ആ ഒരു ലൈനാണ് ചങ്ങായി. പക്ഷെ പാവാണ് കേട്ടോ, കാരണം ഒരു കാര്യമില്ലാതെ നമ്മളെ സഹായിക്കണില്ലേ. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1-2 കൊല്ലേക്കണം. അപ്പോൾ ബാങ്കിലൊക്കെ പോയി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടും എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് തന്നെ എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ കൂട്ടിയാണ്ട് ഇറങ്ങല്. എന്തായാലും ഡ്രാമ ഇറങ്ങി ഇതിലേക്ക് നടന്നു നന്നായി, കാരണം ഞാൻ തിയേറ്റർ കണ്ടുപിടിച്ചു. ഏതായാലും നമ്മൾ മലയാള സിനിമയൊക്കെ നല്ല സിനിമകളാണെങ്കിൽ ഇവിടെ റിലീസ് ആവാറുണ്ട്. ദൃശ്യമൊക്കെ വരികയല്ലേ. ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ വീട്ടിൽ പോയിട്ട് ഇനി കുക്ക് ചെയ്യാനൊന്നും ഒരു മൂഡില്ല. ഇനി അതുകൊണ്ട് എന്ത് ചെയ്തു, അവിടെയുള്ള റെസ്റ്റോറൻറ്റ് കയറിങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. ഇതിപ്പോൾ കുക്ക് ചെയ്യാൻ തന്നെ വേണം ഒരു ദിവസമേ. എന്താ രാവിലെ ഫുഡ് ഉണ്ടാക്കുക, ഉച്ചക്കും ഫുഡ് ഉണ്ടാക്കുക, വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കുക. ഞാൻ എന്തിനാ ജർമ്മനിക്ക് വന്ന്